നമ്മുടെ ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. ആ ജോലി സാറ്റിസ്ഫൈഡ് ആയാൽ തന്നെ നമ്മൾ പകുതി ഹാപ്പി ആയി അല്ലേ. നമ്മുടെ ജീവിതം തന്നെ പകുതി സാറ്റിസ്ഫൈഡ് ആയി എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ജോലി സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാത്തവർ ഒത്തിരി പേരുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇനിയിപ്പോ ജോലി നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഡെയിലി നിങ്ങളുടെ റുട്ടീൻ സെയിം ആണ്. രാവിലെ എണീക്കുക, കഴിക്കുക, വർക്കിന് പോവുക, വീണ്ടും തിരിച്ചു വരിക, ഉറങ്ങുക, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മുഷിപ്പൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് നിങ്ങൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഓഫ്കോഴ്സ് ഈ വീഡിയോ കാണാൻ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ടക്കുന്ന ജോലിന്ന് മാറിക്കോ കേട്ടോ. അപ്പോ വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ജോലി നമുക്ക് സന്തോഷം തരുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. ബോറടിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ വർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഫുൾ ടൈം ആ വർക്കിൽ നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ജോലി തരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കറക്റ്റ് സമയത്ത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ. കറക്റ്റ് സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷെ ചെയ്ത് തീർക്കാനുള്ളൊരു മൂഡില്ലേ, ചെയ്യാനുള്ളൊരു മൂഡുണ്ടോ, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാണ്ട് നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാണ്ട് അല്ലെങ്കിൽ സന്തോഷമില്ലാണ്ടാണ് നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ജോലിയിൽ നിന്ന് മാറാനുള്ള സമയമായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇപ്പം ഏതൊരു കാര്യം ചെയ്യുന്നതിലും നമ്മൾ അതിൽ ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ആ ചെയ്ത കാര്യം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നുണ്ട്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഒന്ന് ഫിനിഷായി, ഇനി അടുത്തത് തരും ചെയ്യട്ടെ എന്ന് തോന്നുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാതെ പക്ഷേ ഇനിയിപ്പോൾ അടുത്തതുകൊണ്ട് എന്തൊരു കഷ്ടമാണ്, ഇനിയിപ്പോൾ ഇതും ചെയ്യുമ്പോൾ എന്തൊരു ബോറാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും കേട്ടോ. മാറുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ചില ജോലിയിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ നെക്സ്റ്റ് ലെവൽ പോയിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു എക്സ്പീരിയൻസ് നല്ല രീതിക്ക് ഒരു കമ്പനിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് ആ ഒരു സ്വന്തം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി അതാണ്, അതിൽ ഞാൻ എത്തിപ്പെടണം, അതിന് എനിക്ക് ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളവർ അങ്ങനെ ലക്ഷ്യമിടുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഒരു ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു വേ ആണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ കുറേ നേട്ടങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ജോലിയായിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി തന്നെയായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നേട്ടവുമില്ല, പ്രത്യേകിച്ച് ലക്ഷ്യം നേടാനും പറ്റുന്നില്ലെങ്കിൽ അത് ബോറിംഗ് ആണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ജോലി ആയിരിക്കും അത്. ഓക്കെ, അതുപോലെ നിങ്ങളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത് നോക്കണം. റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രണയം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ആ ഒരു കമ്പനി മാനേജ്മെൻറ്റുമായിട്ട് ഒരു നല്ലൊരു കോണ്ടാക്റ്റ് ആണ്, നല്ല മോശം ഇല്ലാത്തൊരു ബന്ധമാണ് അവരായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വർക്കേഴ്സുമായിട്ട് കൂടെയുള്ള ഒപ്പം ജോലി എടുക്കുന്നവരായിട്ടൊക്കെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് പോകുന്നത്, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാണ്ട് എപ്പോഴും ചൊറിച്ചിലാണ്, എപ്പോഴും വഴക്കാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഒരു നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നില്ല, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മൊത്തം തെറിവിളിയും വഴക്കും, അങ്ങനത്തെ ഒക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മാറുക. ഹാപ്പി അല്ലാത്തവർക്ക് തന്നെ ഇരിക്കണ്ടല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അവിടെ കൊണ്ടുവരുന്ന സമയത്ത്, എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന സമയത്ത്, ചെറിയൊരു സ്റ്റെപ്പ് എന്തെങ്കിലും മുന്നോട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ടോ, അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടോ, അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താലും ഇതെല്ലാം ചെയ്തത് ആശയം ഇനി അടുത്ത് കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഷിയല്ലേ. എന്താ അത്, ഞാൻ എൻ്റെ അത്രയും എഫേർട്ടിട്ട് ഞാനൊരു സാധനം ചെയ്തു കൊടുത്തിട്ട് ഒരു അപ്രീസിയേഷൻ പോലും ഇല്ല, ഒരു താങ്ക്സ് പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഒരു മെൻ്റലി ഒരു സാധനം നമുക്ക് വരും അല്ലേ. ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ. നെക്സ്റ്റ് ഒരു സാധനം ചെയ്തു കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല. നേരെ മറിച്ച് നമുക്ക് എന്തൊരു കുഞ്ഞു സ്റ്റെപ്പാണെങ്കിലും എന്തൊരു കുഞ്ഞു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ
അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് റിവാർഡ്സ് തരികയാണെന്നുണ്ടെങ്കിൽ, അപ്രിസിയേഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ വരും. ഓക്കെ, ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തു കൊടുക്കണം അല്ലേ. അപ്പോൾ ആ ഒരു ത്വര നമുക്ക്, ഡ്രൈവ് നമുക്ക് കിട്ടുന്നത് ആ അപ്രിസിയേഷൻസിലൂടെയാണ്. അതിപ്പോൾ ജോലിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമുക്ക് ആൾക്കാർ അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ലെവൽ ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒരു ഡ്രീം ആയിരിക്കും അല്ലേ. അങ്ങനെ ആരും കമ്പൽ ചെയ്യാണ്ട്, അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തിട്ട് മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ചെയ്യുന്ന വലിയ പുഷൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ചവറ് പോലെ വർക്ക് ഇങ്ങനെ തന്ന് അത്രയും സ്ട്രെസ് ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടിരിക്കുക എന്ന് പറയുന്നത് സമാധാനമുള്ള ഒരു കാര്യം തന്നെയാണ് അതെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏത് കമ്പനിയിലിരിക്കുന്ന സമയത്തും സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ്ഡ് ആവാൻ പറ്റില്ല. ഒരു ഫയൽ പോലും നമുക്ക് കറക്റ്റ് നമ്മുടെ ഫുൾ ഫോക്കസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മിസ്റ്റേക്കുകൾ വന്നുകൊണ്ടിരിക്കും. നമ്മളെ മെൻ്റലി അത് ബാധിക്കും. നമ്മൾ വീട്ടിൽ പോയാൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. അവരെടുത്ത് നമ്മൾ ചാടിക്കയറും, ചൂടാവും, വഴക്കാവും. അപ്പം അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഓഫീസിൽ സ്ട്രെസ്സായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. നമുക്കെല്ലാം അവിടെ നമ്മൾ ദേഷ്യമായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറുന്നതാണ് നല്ലത്. നമ്മൾ സമാധാനത്തിലിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ. സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് സമ്പാദിക്കുന്നത് വരെ. പക്ഷേ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യമുള്ളത് അവിടെ. അപ്പോൾ സ്ട്രെസ് ഇല്ലാതെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പക്കയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു കമ്പനിയിൽ ജോലിക്ക് ഇരിക്കുന്ന സമയത്തും നിങ്ങൾ ആ ഒരു കമ്പനിയുടെ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും, മാനേജ്മെൻറ്റിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും, കോ വർക്കേഴ്സിൻ്റെ അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവമാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ, സ്യൂട്ടബിൾ ആണോ, നിങ്ങളുടെ ഇൻ ഫ്യൂച്ചർ, നിങ്ങളുടെ ഒരു അടുത്ത 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ആ കമ്പനിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ സ്കില്ലിന് സെറ്റാവുന്ന ഒരു ജോബാണോ എന്ന് വിലയിരുത്തിയിട്ട് വേണം നിങ്ങൾ ജോലിയിൽ ഇരിക്കാനായിട്ട്. അല്ലാണ്ട് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ഒരു ജോലിയിലും ഇരിക്കേണ്ട. സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോബ് കണ്ടെത്തിയിട്ട് അതിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനേക്കാളും ഭേദമല്ലേ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഒന്ന് വിലയിരുത്തി നോക്കും.